ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പേഴ്സണൽ പ്രെയറും റോസറി പ്രെയറും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമുക്കൊന്ന് കാണാം. വ്യക്തിപരമായ പ്രാർത്ഥനയും ജപമാല പ്രാർത്ഥനയും തമ്മിലുള്ള ഒരു ബന്ധം, എങ്ങനെ അവ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആത്മീയ ജീവിതം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ കാവൽ മാലാഖ നമ്മളെ സഹായിക്കുകയാണ്. കാവൽ മാലാഖ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട്. ഈ ജപമാല പ്രാർത്ഥന വളരെ വളരെ വലിയൊരു ഗിഫ്റ്റാണ്. ജപമാല പ്രാർത്ഥനയിൽ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്, മനുഷ്യനായി അവതരിച്ചത് പരിശുദ്ധ അമ്മയിലൂടെയാണ്, പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടതും പരിശുദ്ധ അമ്മയിലൂടെ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ, പരിശുദ്ധ അമ്മയുടെ ആ നിർമ്മലമായ വിമല ഹൃദയത്തിലാണ് നമ്മളെ ഏറ്റവും സേഫ്. ആ ഹൃദയത്തിൽ കൂടെയാണ് ഈശോയുടെ ഹൃദയത്തിലേക്കും അബ്ബാപിതാവിൻ്റെ ഹൃദയത്തിലേക്കും ഒക്കെ പോകേണ്ടത്. ദൈവത്തിന് ആരാധന കൊടുക്കുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നതമായ വണക്കം കൊടുക്കണം. മറിയോസേ പിതാവിനും മറ്റ് വിശുദ്ധർക്കൊക്കെ വണക്കം കൊടുക്കണം. അപ്പം ഇങ്ങനത്തെ ചില ബേസിക് കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ പ്രെയറിൽ പെട്ടെന്ന് ഡീപ്പാവാനായിട്ട് നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച എന്താ ഗുണം? പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഫുള്ള് ദൈവവചനമായിരുന്നു. ദൈവവചനം നിറഞ്ഞതുകൊണ്ട് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായിരുന്നു. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നിരന്തരം കൃപ സമ്പാദിച്ച്, കൃപ ഇങ്ങനെ സ്വീകരിച്ച്, കൃപ ഉള്ളിൽ വർക്കാട് ചെയ്ത് അധ്വാനിച്ച് കൃപയുടെ ഒരു ജീവിതം പരിശുദ്ധ അമ്മ നയിച്ചു. അപ്പോൾ ഇത്രമാത്രം ദൈവവചനം നിറഞ്ഞ പരിശുദ്ധ അമ്മ നമ്മൾ നമ്മുടെ വാക്കുകളിൽ പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല. ദൈവവചനത്തിലൂടെ പ്രാർത്ഥിച്ചാലോ, ദൈവവചനത്തിലുള്ള വാക്കുകളിലൂടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്കാണ് വലിയ ശക്തി. അപ്പോൾ ഈ ജപമാല പ്രാർത്ഥനയിൽ ദൈവവചനം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും മധ്യസ്ഥവും അവിടെയുണ്ട്. പിന്നെ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ഈശോയുടെ രഹസ്യങ്ങളെ പറ്റി ധ്യാനിക്കുന്നുണ്ട്. സന്തോഷ രഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, ദുഃഖരഹസ്യങ്ങൾ, മഹത്വ രഹസ്യങ്ങൾ. അപ്പോൾ 20 രഹസ്യങ്ങൾ, 20 മിസ്റ്ററീസ് നമ്മൾ ധ്യാനിക്കുകയാണ്. ഈശോയുടെ ജീവിതം മുഴുവൻ ധ്യാനിക്കുകയാണ്. അങ്ങനെ ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രെയറിന് നല്ല അടിസ്ഥാനവും നല്ല ബലവും ഉണ്ടാവും. ഏതൊരു ക്രിസ്ത്യാനിയായാലും ബേസിക്കായിട്ട് ഓരോ ദിവസവും 2 ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണം. 4 എണ്ണമാണ് വേണ്ടത്. സന്തോഷരഹസ്യം, പ്രകാശരഹസ്യം, ദുഃഖരഹസ്യം, മഹത്വരഹസ്യം. അങ്ങനെ 20 മിസ്റ്ററീസ് ധ്യാനിച്ച് 4 എണ്ണമാണ് വേണ്ടത്. പക്ഷെ അറ്റ്ലീസ്റ്റ് 2 കൊന്തയെങ്കിലും നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണം. അതിലൊരെണ്ണം പേഴ്സണലായിട്ടും ഒരെണ്ണം ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട്. 2 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാതെ രാത്രി ഉറങ്ങാൻ കിടക്കരുത്. ഏതൊരു ക്രിസ്ത്യാനിക്കും ബേസിക്കായിട്ട് അത്യാവശ്യം വേണ്ടതാണ് 2 ജപമാല പ്രാർത്ഥന. അത് നമ്മളെ ശക്തിപ്പെടുത്തും, കാര്യങ്ങളൊന്നും കൂടി ഈസിയാക്കും. പരിശുദ്ധ കുർബാനയിൽ നന്നായി സജീവമായി പങ്കെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാന ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ജപമാല പ്രാർത്ഥനയും പേഴ്സണൽ പ്രെയറും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പേഴ്സണൽ പ്രെയർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് നോക്കിയേ. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷനും ഫോക്കസൊക്കെ കിട്ടും. പലരും പറയാറുണ്ട് പേഴ്സണൽ പ്രെയർ തുടങ്ങാൻ തന്നെ പാടാ, തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരുന്നു, അത് ശരിക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല.
അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയുടെ കുറവ് അല്ലെങ്കിൽ പെർസിവിയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം, നിലനിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ആ ബേസ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് കത്തോലിക്ക തിരുസഭ നമുക്ക് ഈ ജപമാല പ്രാർത്ഥന തന്നിരിക്കുന്നത്. സാധാരണ സിമ്പിളായിട്ടുള്ള വീട്ടമ്മമാർ കുറേ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അതൊക്കെയാണ് അവരുടെ ശക്തിയും ബലവും. നമ്മൾ കുറച്ചും കൂടി സ്പിരിച്വലായിട്ട് വളർന്നു എന്നൊക്കെ നമുക്ക് തന്നെ ഇങ്ങനെ തോന്നുമ്പോൾ നമ്മൾ കൊന്ത ചൊല്ലൽ നിർത്താൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര ഡീപ്പായിട്ടുള്ള കോൺടെംപ്ലേഷനിലേക്ക് വളർന്ന ആളായാലും കൊന്ത ചൊല്ലൽ നിർത്തരുത്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കൽ നിർത്തരുത്. പിന്നെ അത്രയ്ക്കും മിസ്റ്റിക്കൽ ലെവലിലൊക്കെ ആവുമ്പോൾ ജപമാലയും മിസ്റ്റിക്കൽ ലെവലിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിപ്പോൾ പേഴ്സണൽ പ്രെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പഠിച്ചു വരികയാണല്ലോ. അപ്പം എന്തൊക്കെയാണ് ഈ ജപമാല പ്രാർത്ഥനയുടെ ശക്തി? അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? കുരിശടയാളം വരച്ച് തുടങ്ങുന്നു. എപ്പോഴും വലിയ കുരിശടയാളം വരയ്ക്കുന്നത് ഒത്തിരി സഹായിക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. അങ്ങനെ ആ വലിയ കുരിശടയാളം വരയ്ക്കുന്നത് ഒത്തിരി പ്രൊട്ടക്ഷന് സഹായിക്കും. അങ്ങനെ കുരിശടയാളത്തോടുകൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ തുടങ്ങുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഒന്നും കൂടി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാണ്. പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, ഈശോയിലുള്ള വിശ്വാസം, പരിശുദ്ധ റൂഹായിലുള്ള വിശ്വാസം, പിന്നെ വിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു, പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നു, പാപങ്ങളുടെ മോചനത്തിൽ വിശ്വസിക്കുന്നു, ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു, നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. വിശുദ്ധ കത്തോലിക്ക സഭ, പുണ്യവാന്മാരുടെ ഐക്യം, പാപങ്ങളുടെ മോചനം, ശരീരത്തിൻ്റെ ഉയർപ്പ്, നിത്യമായ ജീവിതം. അപ്പോൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, അങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൽ ഒരു ശക്തി നമുക്ക് അനുഭവപ്പെടും. ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റു പറയണം, പ്രഖ്യാപിക്കണം. അതിനൊക്കെ നല്ല ശക്തിയാണ്. വിശ്വാസത്തിൽ വളർന്ന് വളർന്ന്, പ്രത്യാശയിൽ വളർന്ന് വളർന്ന്, സ്നേഹത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. അതൊക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി. നമ്മൾ ക്രിസ്തീയമായി ശക്തിയുള്ളവരായിട്ട് ജീവിക്കണം. വെറുതെ ശക്തിയില്ല, ദുർബലരായി, ബലഹീനരായി, എനിക്കൊന്നിനും പറ്റില്ല, അങ്ങനെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ ബലഹീനരാണെങ്കിലും എന്താണ് ദൈവവചനം പറയുന്നത്? ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാവുന്നു ദൈവകൃപയിലൂടെ. അപ്പോൾ ആ ദൈവകൃപ നിരന്തരം സ്വീകരിക്കാനുള്ള വഴികളൊക്കെയാണ് വിശ്വാസം ഏറ്റുപറയാം. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം. എല്ലാം സൃഷ്ടിച്ച് കാത്തുപരിപാലിച്ച് സ്നേഹിക്കുന്ന പിതാവായ ദൈവം വിശ്വസിക്കണം. പിന്നെ ആരെയും വിശ്വസിക്കുക? നമുക്ക് വിശ്വസിക്കാൻ പറ്റിയവരെ നമ്മൾ വിശ്വസിക്കണ്ടേ? പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ. നമ്മളെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, ദുഷ്ടതയിൽ നിന്നും തിന്മയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോ എന്തൊക്കെ സഹിച്ചു, പാടുപാടുകൾ, എന്തൊക്കെ പീഡകൾ സഹിച്ചു, എന്തൊക്കെ വേദനകൾ ഏറ്റുവാങ്ങി, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഹൃദയത്തിലൊക്കെ. ഏതൊരു മനുഷ്യനായാലും നിനക്ക് വേണ്ടി ഇത്രയും സഹിച്ച വേറൊരാളില്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി ഇത്രയ്ക്കും സഹിച്ച വേറൊരാളില്ല. സ്വന്തം ജീവൻ ത്യജിച്ചു പോലും നിനക്ക് ജീവൻ നൽകാൻ യേശുക്രിസ്തു മാത്രമേ സഹിച്ചിട്ടുള്ളൂ. ഏത് മനുഷ്യനായാലും ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം.